Air India direct flight to Ahmedabad. That's why, in fact, ആറാമത്തെ ഫ്ലൈറ്റ് ആണ്. പപ്പയുടെ കണ്ണാടി ഇവൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ ബർത്ത്ഡേ വ്ളോഗ് പോസ്റ്റ് ചെയ്തു. ഞാൻ ആ ബർത്ത്ഡേ വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നാട്ടിലെ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ വ്ളോഗ് ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ മിസ്സാവുന്ന വെച്ചാൽ ആദ്യം ഞാൻ ബർത്ത്ഡേ വ്ളോഗ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനിയും തൊട്ട് കുറച്ച് ദിവസം വരെ നാട്ടിലെ വ്ളോഗ്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ കോയിൻസിഡൻ്റ്ലി നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരുന്നത് ഞങ്ങൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ലണ്ടൻ ഗാറ്റ്വിക്കിൽ നിന്ന് അഹമ്മദാബാദ് ഗുജറാത്തിൽ പോകുന്ന വീഡിയോ ആണ്. ഞങ്ങൾ AI-172 അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നത് 12th May 2025, ലാസ്റ്റ് മന്ത്, ലിറ്ററലി ലാസ്റ്റ് മന്ത്, ഒരു മാസം മുന്നേ ആണ് ഞങ്ങൾ അഹമ്മദാബാദ് ടു ലണ്ടൻ ഗാറ്റ്വിക് സെയിം എക്സാക്ട് 110 ഡിപ്പാർച്ചർ 6:25 ലാൻഡിങ് ആ സെയിം ഫ്ലൈറ്റിലാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം ഇങ്ങോട്ട് വന്നത്. അപ്പം ഒരിക്കലും വിചാരിച്ചില്ല അത് ലാസ്റ്റ് ടൈം ആയിരിക്കും ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതെന്ന്. ഞാൻ പലപ്പോഴും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എടുത്താണ് നാട്ടിൽ പോകാറുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇയർലി, ഞാൻ വീഡിയോയ്ക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ ഇയർലി ലൈക്ക് ട്വൈസ് ഓർ ത്രൈസ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് കൊണ്ട് ഞങ്ങൾ വി ഓൾവേസ് പ്രിഫർ ഇക്കണോമിക് വേ ടു ട്രാവൽ. അപ്പം എയർ ഇന്ത്യ ആണ് നമുക്ക് ലണ്ടനിൽ നിന്ന് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ബട്ട് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ടെന്നുള്ളത്. അപ്പം ആ ബ്ലാസ്റ്റിനെ പറ്റി കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഷാറ്റേർഡ് ആയിരുന്നു. ബിക്കോസ് എക്സാക്ട് 12th ജൂണിന് സംഭവിച്ചു. 12th Mayക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ലോസ് ആണ് എല്ലാവർക്കും ഇത് വന്നേക്കുന്നത്. അപ്പം എന്ത് പറയണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇനിയും ആ ഒരു ബ്ലോഗാണ്. അപ്പം ഫ്ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കിന് ഇച്ചിരി നമ്മൾ അയ്യോ ഞങ്ങളും അതിലായിരുന്നല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പം യെസ്, അപ്പം അത് തന്നെ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതെല്ലാം പ്രീ ഷോട്ടാണ്. ഇത് ലൈക്ക് 29th April ഞങ്ങൾ പോയത്. അപ്പം അന്നോട്ട് ഉള്ള വീഡിയോസാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പം അതേ ഉള്ളൂ. ഒരുപാട് നന്ദി. എൻജോയ്. താങ്ക് യു. ഹലോ, അപ്പം നമ്മൾ നാട്ടിലോട്ട് പോവാണ്. എടുത്തിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്നത്. ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ബോർഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗാറ്റ്വിക്കിൽ നിന്ന് കാണാം. അപ്പയും മോനും ട്വിന്നിങ് ആണ്. ഞാൻ അത് എയർപോർട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ബൈ. നാട്ടിൽ പോകുന്നവരാ ചന്ദ്രപ്പള്ളി, ഹിയർ ഐ കം. മൈ സെക്കൻഡ് പെരുന്നാൾ, എന്റെ 4th പെരുന്നാള്, ഇഹാൻ ബേബിയുടെ 2nd പെരുന്നാള്. പോകുന്നില്ല എന്ന് വെച്ചാൽ എപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് സമയമാകുമ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലും ഒക്കെ എത്തിപ്പെടും. അപ്പം നമ്മളും അങ്ങനെ എത്തിപ്പെടാൻ പോവാണ്. ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ ലാൻഡ് ചെയ്യും. ഇന്ന് 29th ഈവനിങ് ആണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കുന്നത്. ഈവനിങ് 8 o'clock ആണ് ഫ്ലൈറ്റ്. എയർ ഇന്ത്യ ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു അഹമ്മദാബാദ്. നാളെ അഹമ്മദാബാദിൽ ഇറങ്ങിയിട്ട് വൈകിട്ട് നാട്ടിലോട്ടുള്ള ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ആണ് എടുക്കുന്നത്, ഡൊമസ്റ്റിക്. അതുകൊണ്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് രീതിയിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. പിന്നെ എന്നാ അതൊക്കെ തന്നെ ഉണ്ട്. ഞാൻ അപ്പനെ മോനെ കാണിച്ചു തരാം. നൈസായിരുന്നു. ഇവരുടെ മേടിച്ചത് കണ്ടോ അറിഞ്ഞോ അല്ല, പക്ഷെ നമ്മൾ അറിയാണ്ട് മേടിച്ചതാണ്. അതാണ് ഇവന്റെ കോഡ് സെറ്റ്. അപ്പം ഞാൻ എയർപോർട്ടിൽ വെച്ച് കാണിച്ചു തരാം. കൊണ്ടാക്കാൻ വന്നേക്കുവാണ്. ദൈവം അമ്മ അനുഗ്രഹിക്കട്ടെ. അതെ, ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് വരെ ഇച്ചിരി പാടായിരുന്നു. അപ്പം ഇവൻ ജോലി കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് ഗാറ്റ്വിക് ഇറങ്ങി ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ കാണിച്ചല്ലോ. അപ്പം ഇവൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് വീട്ടിൽ പോവാണ്. അവരോട് ഞങ്ങൾ പറഞ്ഞ് വരെ. ഓക്കെ, ചെക്കിനൊക്കെ കഴിഞ്ഞു. അഖിലിനോട് വിട പറയാനുള്ള സമയമായി. നമ്മുടെ കുഞ്ഞാപ്പി ഇങ്ങനെയാണ്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയാണ് കുഞ്ഞാപ്പിയുടെ. താങ്ക്സ് അഖിൽ ഫോർ ഓൾ യുവർ ഹെൽപ്പ്. വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് വരൂ. അവനിപ്പോ എന്നോട് ചോദിച്ചു, ഇവന്റെ 3 വ്ളോഗ് പെൻഡിങ്ങാ. ബർത്ത്ഡേ വ്ളോഗ്, അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഞങ്ങള് സെക്യൂരിറ്റി ചെക്കിന് പോവാ. ഞങ്ങൾ ഒരുമിച്ച് അടുത്തൊരു ട്രിപ്പ് ഉണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തു ഓൾറെഡി. സോ മച്ച് താങ്ക് യു. ഹൈഫൈ കൊടുക്ക ചേച്ചിക്ക്. ഒന്നൂടെ ഒരു ഹൈഫൈ. ഓക്കെ ശരി, ബൈ ഡാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. നിനക്ക് വിഷമമുണ്ടെന്ന് അറിയാം, എന്നാലും കുഴപ്പമില്ല. ശരി എന്നാ, ബൈ. നാളെ ഉണ്ടോടാ? ഓക്കെ വർക്ക് ഹോം എന്നാ നീ? ഓക്കെ ബൈ.
ഓക്കെ, അപ്പം നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ ഇതായിരുന്നു. നമ്മൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണ് എടുത്തേക്കുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അതേ ഉള്ളൂ നമുക്ക്. നമ്മളിങ്ങനെ പിന്നെ വർഷത്തിൽ കുറേ പ്രാവശ്യമൊക്കെ ഇങ്ങനെ പോകുന്നതും കൊണ്ട് നമ്മൾ അങ്ങനെ ഇക്കണോമിക് ആയിട്ടുള്ള 6 മാസം കൂടുമ്പോൾ നാട്ടിൽ 6 മാസം എത്ര വർഷം എന്നറിയാം. ഞങ്ങൾ എവറി 6 മന്ത്സ് നാട്ടിൽ പോകും. അപ്പോൾ പിന്നെ നമുക്ക് വലിയ എമിറേറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റും അടുത്ത നാട്ടിൽ പോകും. പ്ലസ് ഇനി ഒരു നാട്ടിൽ ട്രിപ്പ് കൂടെ ഉണ്ട് ഈ വർഷം. ഓൾറെഡി അലൈൻഡ് ആണ്. അപ്പം ഇപ്പം നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞത് കൊണ്ട് നമുക്ക് വലിയ സീനില്ല. ബാഗേജ് എല്ലാ പ്രാവശ്യവും നമ്മൾ ഓവർ ലഗേജ് ആണ്. ഈ പ്രാവശ്യം നമ്മൾ അണ്ടർ ലഗേജ് ആണ് ഗൈസ്. ലിഫ്റ്റ് ടു ഡിപ്പാർച്ചേഴ്സ്, ലെറ്റ്സ് ഗോ. ഇതാണ് ലിഫ്റ്റ്. നമ്മൾ നേരെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത് സൗത്ത് ടെർമിനലിലാണ്. കാര്യം വിളിക്കൂ. സെക്യൂരിറ്റി ചെക്കിനാണ് പോകേണ്ടത് നമുക്ക്. 333 ഡിപ്പാർച്ചേഴ്സ് ഡേ. നമ്മൾ 2 നമുക്ക് 3 പോണം. ബാ, ഈ ലിഫ്റ്റ് 3 വരെ പോകത്തുള്ളൂ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ? 0.5 വല്ലാണ്ടിരിക്കുന്നല്ലോ. ഒക്കെ വരുന്നുണ്ട്. അമ്മ എടുക്കാവേ. നമ്മളിങ്ങനാണ് ഇവിടുന്ന് സ്കാൻ ചെയ്ത് കയറുന്നത്. വലിയ ക്യൂ ഇല്ല. കയറി അപ്പനും മോനും എല്ലാരും ചിരിക്കുന്ന ഇതുകൊണ്ടാ, ഒരുപോലത്തെ ഇട്ടിട്ട് വന്നേ കൊണ്ടാ. ഇഹന്റെ ഇവിടെ കോസ്റ്റ്യൂം കോട്ടസി നെക്സ്റ്റ് ആണേ. അജിന്റെ ഷീനാ കേട്ടോ. ന്യൂ ബാലൻസ് അല്ല, ഓൺലി ബാലൻസാ. ന്യൂ അല്ല, ഓൾഡ് ബാലൻസാ. ഓ ടി ഡി അജ ആഡിഡാസ്. കൊച്ചു ആഡിഡാസ്. അജിന് ഗസ് ആണോ ഷൂ? അത് ഷീനല്ല, അത് ഷീൻ. വെൽക്കം അബോർഡ് ടു യുവർ എത്രാമത്തെ ഫ്ലൈറ്റ് അവരുടെ? 4th ഫ്ലൈറ്റോ? ഗുജറാത്തിൽ പോയി തിരിച്ചു വന്നു, നാട്ടിൽ പോയി തിരിച്ചു വന്നു, നാട്ടിൽ കണക്റ്റും ചെയ്തു. ഗുജറാത്തിൽ പോയി, ഗുജറാത്തിൽ നിന്ന് നാട്ടിൽ വന്നു, നാട്ടിൽ നിന്ന് UK വന്നു, നാട്ടിൽ നിന്ന് ബഹ്റിൻ, ബഹ്റിനിൽ നിന്ന് UK. അപ്പൊ 4, 5, 6ാമത്തെ ഫ്ലൈറ്റ് ആണ്. ഇവന് 2 മാസമുള്ളപ്പോൾ ആദ്യം ഫ്ലൈറ്റ് എടുത്തു. ബാസനറ്റ് സീറ്റിലാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ അപ്പുറത്ത് ഒരാൾ വരാതിരുന്നാൽ കൊള്ളാം. നമുക്ക് ഈ 2 സീറ്റാണ്, DE 30ED. അപ്പം മിഡിലും ഇതുമാണ്. ഇവിടെ ആരും വന്നില്ലേ കൊള്ളാം. കഴിക്കാനൊക്കെ ഉള്ളതുണ്ടായിരുന്നു. പിന്നെ കാശ്, ഇത്രയും കാശിനെ പിന്നെ കൊണ്ടുവന്നില്ല. ഇത്രയും പൈസയൊക്കെ അവന് നമ്മളെ നാട് എത്തിക്കണം. നമുക്കതാ മെയിൻ വേണ്ടി. പെരുന്നാളിന് കൂടണമെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ലോക്കൽ സെറ്റപ്പിൽ പോകണം. നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്നത് എത്തിയാൽ നമ്മൾ അല്ലെങ്കിലും അങ്ങനെ കംഫോർട്ടാണ് നോക്കുന്നത്. നമ്മൾ എക്കണോമിക്കായിട്ട് നാട്ടിൽ പോകുന്ന കാര്യമാണ് നോക്കുന്നത്. 3 പേർക്കൊക്കെ പോകണമെങ്കിൽ എവിടെ പോവാ കറങ്ങാൻ? ഫ്ലൈറ്റ് കറങ്ങാൻ പറ്റത്തില്ല. എന്റെ ഷൂ നീ അഴുക്കാക്കിയ. Narayan, how deeply they are loving. That's why, in fact, I took my decision to arrange the marriage at the earliest. Is it convenient and comfortable for you? Agreed?
വീട്ടിൽ കിടന്നപ്പോഴും 4-8 ഫ്ലൈറ്റ് കയറിയില്ലയോ? ഒരു ക്വിക്ക് വാട്ട് ഐ ഏറ്റ് ഇൻ മൈ ഫ്ലൈറ്റ് ആണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പൊട്ടേറ്റോ ചോലെ സാലഡും ഈ ഒരു ബണ്ണുണ്ട്, അത് നല്ല ടേസ്റ്റി ആയിരുന്നേ. ബണ്ണും ബട്ടറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാൻ വെജാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു പനീർ കറി ഉണ്ടായിരുന്നു, പിന്നെ ചോറുണ്ടായിരുന്നു, പിന്നെ പാലക്ക് ഉണ്ടായിരുന്നു, സ്പിനച്ച് ഉണ്ടായിരുന്നു. സ്പിനച്ച് ആൻഡ് പനീർ, അതും പനീറായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് മൂസ് പോലത്തെ ഒരു സംഭവം. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്രീയ ഹവായി അഡ്ഡ, ഗുജറാത്തിലാണ് എഴുതിയേക്കുന്നത്. ലെറ്റ്സ് ഗോ. നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഹിന്ദി അറിയാത്തോണ്ടേ ഹിന്ദി അറിയാത്തൊക്കെ വലിയ പാടല്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. നല്ല എയർപോർട്ടാണ്. ഞാൻ അറൈവൽസ് വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ലണ്ടനിൽ പോയി. ഞാൻ അഹമ്മദാബാദിൽ നിന്ന്, പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരിക്കലും. ഇന്ന് ആദ്യമായിട്ടാണ് വന്നത്. അറൈവൽസ് സൂപ്പറാണ്. ലെറ്റ്സ് ഗോ. ഞങ്ങൾ എക്സിറ്റ് ചെയ്തു. ഇവിടുന്ന് നമ്മൾ ഡൊമസ്റ്റിക്കിലാണ് പോകേണ്ടത്. അപ്പോൾ അവർ നമ്മളെ ഷട്ടർ സർവീസ് ഉണ്ട് ഇവിടെ, T2 to T1 ഫോർ ഫ്രീ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ്സിൽ പോയാൽ മതി. ഞങ്ങളൊരുത്ത് ഊബറൊക്കെ വിളിക്കണമായിരിക്കും. അപ്പം ഇത് ഇതുണ്ടായിരുന്ന മറ്റേ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ കൂട്ടുള്ള തന്നെ ഷെയ്ഡൊക്കെ എന്നാലും വർക്ക് നടക്കും. എനിക്ക് തോന്നുന്നു ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഷട്ടിലുണ്ട്, നമുക്ക് T2 T1 പോകാം. ലൈക്ക് ഇൻ്റർനാഷണൽ ടു ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ. ഹലോ, ഇങ്ങനെ ഷട്ടിൽ സർവീസ് ഉണ്ട്. നമ്മുടെ പെട്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കറങ്ങുവാണ്. ഷട്ടിൽ സർവീസ്. ഗുജറാത്തിൽ വന്ന അടിപൊളി ഫുഡാണ്. നല്ല സൂപ്പർ പനീർ ടിക്ക സാൻഡ്വിച്ച്, വെരി നൈസ്. ഇഹാനാണ് ഇതൊക്കെ പുഴുങ്ങിയത്. പിന്നെ ഇത് കോൾഡ് കോഫി ഫ്രാപ്പയാണ്. അതിന് ചിക്കൻ സംതിങ് ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതേത് സ്ഥലമെന്ന് എനിക്ക് പേര് പറയാൻ അറിയില്ല, പുറത്ത് കാണിച്ചു തരാം. ഗൈസ്, കഠിന ചൂടാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഞാൻ ഇഹാൻ ബേബിനെ കാണിച്ചു തരാം. ചുമന്ന് സൺബേൺ അടിച്ചവന്. ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഒരു കുറച്ച് ലഗേജ് അവൻ കൊണ്ടുപോവാണ്. അപ്പം ഗുജറാത്തിലോട്ട് പോകുന്ന ലഗേജ് നമ്മൾ അവൻ്റെ കൊടുത്തു വിടുവാണ്. അപ്പം നമ്മൾ തിരിച്ചും ഫ്ലൈറ്റ് കയറുന്ന ഗുജറാത്തിൽ നിന്നാണ്. അപ്പം പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചു. അതാ ഞാൻ പറഞ്ഞു, അടിക്കണ്ട, വിട്ടേക്ക്. ഗുണ്ട, നമ്മുടെ അഹമ്മദാബാദിലെ ഗുണ്ടയാണ്. അഹമ്മദാബാദ് പള്ളിയിലെ വലിയ ടീമാണ്. ചൂട് കാറ്റടിക്കും. നമ്മളിവിടെ ജീവിച്ച് വളർന്നൊക്കെ തന്നെ അല്ല, പക്ഷേ ഇപ്പം ലണ്ടൻ സ്റ്റേ ആയതുകൊണ്ടൊന്നും അല്ല. പക്ഷെ ഇത് ഇച്ചിരി കൂടുതലാണ്. ഈ സമയത്ത് പുറത്തുനിന്ന് അഹമ്മദാബാദ് ഡൊമസ്റ്റിക് എയർപോർട്ട്. Freakin ready to board his flight to Trivandrum. ഇഹാൻ ബേബി is tired AF. പക്ഷെ ഉറങ്ങണം എന്നുള്ള ഒരു മനസ്സില്ല. ഹലോ പറഞ്ഞു, ഹായ് പറഞ്ഞു. ഹലോ അജയ്ക്ക് പോയി ഹൈഫൈ കൊടുത്തിട്ടോ. ചെല്ല് പോയി ഹൈഫൈ കൊടുത്തിട്ട് വാ. ചെല്ല്, അങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് പോകാം. സോറി, അങ്ങോട്ട് ഒത്തില്ല. ഡ്രസ്സിൽ ഓരോ ജ്യൂസ് ആക്കില്ല. വന്നടക്ക. ഇവിടെ പെട്ടെന്ന് സമയം കഴിഞ്ഞു അല്ലേ? ഇത്രയും വന്നാൽ മതിയായിരുന്നു. For departure 1729. ഇത് ബാഗിലാണ്.
എന്നിട്ട് എന്തോ ചെയ്യുക കണ്ടിട്ട് ഇവിടെ എന്തോ ചെയ്യുക. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. ഇവിടെ നമ്മളെ വിളിക്കാൻ ആരുമില്ല. ചൂട് ഈസ് ഓക്കെ. Compared to Ahmedabad, it's quite nice and cool out here. വെളിയിൽ പോണോ? അവര് നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? കൈയൊക്കെ തട്ടി വരുന്നത് ഇതഴിച്ചോ എന്താ ഇവിടെ നിന്നാലെന്താ? നേരത്തെ വന്നെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഞങ്ങൾ പോസ്റ്റാണ് ഗൈസ്. ഓണാക്കിയില്ലടാ. അവരെ നല്ല സുഖമായിരിക്കും അല്ലേ? കൊടുക്കാറില്ലേ? അതില് ഷിജിനില്ലാത്ത നല്ലൊരു ഫുഡ്. എല്ലാവരുടെയും അവസ്ഥ 9 മാസം അധിക മാസം ഡെലിവറി ഉണ്ട്. എല്ലാരും ജോജി തമ്പിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. എന്റെ മോനെ നമ്മളാരായി ഷൂട്ടിന് സമയം പോയി സെറ്റ് ചെയ്ത് നമ്മളാരായി 3 months ആയതേ മ്യൂണിക് ഇതുപോലൊരു എന്നാ പറയുന്നത് ഷോപ്പ്. പിന്നെ അല്ലാണ്ട് നീ അവിടുത്തെ ഏതോ പട്ടിക്കാടില്ലല്ലോ ബാലൻസ് ന്യൂ ബാലൻസ് അല്ല ബാലൻസ് ഷീനിന്ന് മേടിച്ച ബാലൻസ് ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുവാണ്. പഴയ ബാലൻസ്. ഇത് ഓൾഡ് ബാലൻസാ. എനിക്കൊരു ബാലൻസും ഇല്ല. പപ്പയുടെ കണ്ണാടി ഇവൻ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പപ്പ ഫുൾ അന്ധകാരത്തിലാണ്. വെട്ടമില്ലല്ലോ. വെട്ടം വരുമോ? എത്ര മണിക്കായിരുന്നു വരെ നമ്മൾ വന്നത്? 8:30. ഇവനോട് 8:15 എത്താൻ പറഞ്ഞ നമ്മൾ 8:15 അവരോട് പറഞ്ഞു. എന്നിട്ട് നീ 6 മണിക്ക് ചന്ദനപ്പള്ളി നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചേ നിങ്ങളുടെ ചാനലിൽ 5 വ്യൂ വേണം, ഞാൻ വേണം. അതിന് വേണ്ടി വെയിറ്റിംഗ്. കറുത്തല്ലോ ഞങ്ങ കറുത്ത് പൈസ ഒന്നും ഇല്ല. കറുത്തല്ലോ പൈസ ഫേഷ്യൽ ചെയ്യാൻ പൈസ ഒന്നുമില്ല. എന്താണ് കേരളത്തിന് നിലവിലെ കാലാവസ്ഥ, സാമ്പത്തിക കേരളത്തിൽ എല്ലാം നല്ലതാണ്. പക്ഷെ നിന്റെ വണ്ടിയുടെ അവസ്ഥ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇതുവരെ നാട്ടിലെ കുറേ വിശേഷങ്ങളുമായി ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. Until then, keep smiling and stay blessed and also subscribe to this channel.